Hello, good morning. Myself Ashik, നിങ്ങളുടെ മീഡിയ സ്റ്റഡീസിന്റെ ഫാക്കൽറ്റിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, I would like to appreciate you all for choosing BA in Economics and Media Studies. നമുക്കറിയാം, ന്യൂലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂജൻ കോഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നതിന് തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തമായ കരിയർ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി കരിയർ ഗോൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഈ 3 years കോഴ്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗോളും ഒരു കരിയർ എക്സ്പോഷറും ഒക്കെ ഉണ്ടാവുമെന്ന് ഗ്യാരണ്ടി തരുന്നു. ഓക്കെ, കാരണം നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കോഴ്സിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത് അത്രയും എക്സ്പോഷർ കിട്ടുന്ന, അത്രയും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നിങ്ങനെ 3 വർഷം കൊണ്ട് നിങ്ങൾ 6 സെമസ്റ്ററുകളിലായിട്ട് ഈ 6 സെമസ്റ്റേഴ്സിലും എക്കണോമിക്സിന്റെയും കോഴ്സ് സബ്ജക്ട് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, മീഡിയ സ്റ്റഡീസിന്റെയും പേപ്പറുകൾ ഉണ്ടായിരിക്കും. ബാക്കി നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെ, ഫൗണ്ടേഷൻ കോഴ്സുകൾ, ഓപ്പൺ കോഴ്സ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ മാറി മാറി വരും. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും എക്കണോമിക്സും മീഡിയ സ്റ്റഡീസും ആയിരിക്കും. അപ്പോൾ അതിൽ മീഡിയ സ്റ്റഡീസാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. I believe you got an idea about regarding the course structure and how we will be going. Okay, so coming to my part, it's media studies. Media studies എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് എന്തൊക്കെയായിരിക്കും? I can guess journalistic practices. മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ, ഓൺലൈൻ മീഡിയ, ന്യൂ മീഡിയ, പ്രിന്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ, അങ്ങനെ ഒരുപാട് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് യു മേ ഹാവ് ഹേർഡ്. അതൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത്. അപ്പോൾ ഞാനൊരു മീഡിയ സ്റ്റുഡൻറ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ വരികയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒന്ന് ജസ്റ്റ് കൺസിഡർ. കൊറോണ വന്നതിന് ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ സ്ഫിയർ ആകെ ഡൗണായി. കുട്ടികൾക്കാർക്കും കോളേജിലേക്ക് വരാൻ പറ്റുന്നില്ല, സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്ന് വെച്ച് നോളജ് ഇമ്പാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള അവസരത്തിൽ എന്താ ചെയ്തേ? ന്യൂജൻ ടെക്നോളജീസിനെ ഡിപ്പെൻഡ് ചെയ്തു. ഈ പറയുന്ന വാട്സാപ്പ്, ഗൂഗിൾ മീറ്റ്, സൂം, ടെലിഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്പുകളും ഫെസിലിറ്റീസും എല്ലാം ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് എടുത്തില്ലേ? അപ്പോൾ ഇതെല്ലാം മീഡിയയുടെ ഇമ്പാക്റ്റാണ്. ഇതൊന്നും വേണ്ട, നമ്മളെല്ലാവരും ഡെയിലി മീഡിയ തരുന്ന സാധനങ്ങളാണ് കൺസ്യൂം ചെയ്യുന്നത്. രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നവരുണ്ടാവാം, മൊബൈലിൽ തന്നെ ന്യൂസ് വായിക്കുന്നവരുണ്ടാവാം, വാട്സാപ്പ് മെസ്സേജുകൾ, ഫോർവേഡ് മെസ്സേജുകൾ വായിക്കുന്നവരുണ്ടാവാം, ടെലിവിഷൻ ന്യൂസ് കാണുന്നവരുണ്ടായിരിക്കാം, റേഡിയോ കേൾക്കുന്നവരുണ്ടായിരിക്കും. സോ we're all media injecting so many informations and contents into our brain and mind. We can agree that there's no second opinion about that, right? So മീഡിയ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന എല്ലാ ആസ്പെക്റ്റുകളും നമ്മൾ ഈ 3 yearsനുള്ളിൽ കവർ ചെയ്തിരിക്കും. ഒരു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവേറ്റ് പഠിക്കുന്ന അതേപോലുള്ള അത്രയും കോണ്ടന്റുകൾ തന്നെ നിങ്ങൾ പഠിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ എക്കണോമിക്സിന്റെ പേപ്പേഴ്സ് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 2 വൈബ്രന്റ് ആയിട്ടുള്ള, 2 വേഴ്സാറ്റൈൽ ആയിട്ടുള്ള സ്ട്രീമുകളിലാണ് നിങ്ങൾ ബിരുദ പഠനം, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അത്രയ്ക്ക് നിങ്ങൾക്ക് മേജറിന് പോകാനുള്ള ചാൻസും PG ചെയ്യാനുള്ള ചാൻസും കരിയർ ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. സോ ന്യൂ ജനറേഷൻ കുട്ടികളായ നിങ്ങൾക്ക് ന്യൂജൻ കോഴ്സ് തന്നെ കിട്ടിയിരിക്കുകയാണ്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എൻജോയ് ചെയ്ത് പഠിച്ച് എടുക്കാവുന്ന 2 സബ്ജക്റ്റുകളാണ്, 2 കോർ സബ്ജക്റ്റുകളാണ്. അതിനുള്ളിൽ വരുന്ന പേപ്പേഴ്സും അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഞാൻ സ്പെസിഫിക് ആയിട്ട് മീഡിയ സ്റ്റഡീസ് പറയാം, ഞാൻ അതാണല്ലോ ഡീൽ ചെയ്യുന്നത്. മീഡിയ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പ്രാക്ടിക്കലൊക്കെ ചെയ്ത് മെജോറിറ്റി തിയററ്റിക്കലൊക്കെ ആയിരിക്കും. ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ തിയററ്റിക്കലി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈസി ആണല്ലോ, എളുപ്പം പഠിക്കാം. കുട്ടികളെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ച് എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ പറഞ്ഞല്ലോ, ഈ മീഡിയ എന്ന് പറയുന്ന മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം എന്നൊക്കെ കേട്ട് നമ്മൾ ഈ കാണുന്ന ചാനൽ, ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ, റേഡിയോ, ടെലിവിഷൻ, സിനിമ, ഡോക്യുമെന്ററി തുടങ്ങി ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ, അതിനെ കുറിച്ചെല്ലാം നിങ്ങൾക്കൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിന് ഈ ഒരു കോഴ്സ് വഴി സാധ്യമാകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ടെക്നീഷ്യൻസ്, അവരൊക്കെ എന്താണ് ഈ മീഡിയ ഹൗസിൽ പ്രിന്റിങ്ങിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ഇലക്ട്രോണിക് ജേർണലിസ്റ്റുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ ഒരു ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ്, എങ്ങനെ നിങ്ങളുടെ ഉള്ളിലും ഒരു ജേർണലിസ്റ്റ് ഉണ്ട് എങ്കിൽ അതിനെ വളർത്തിയെടുക്കാം
അങ്ങനെയുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഈ 3 ഇയർ കോഴ്സിലൂടെ ലഭിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ ഒരു പക്ഷേ നിങ്ങളെയൊക്കെ ഞാൻ ചിലപ്പോൾ ഒരു അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനായിട്ടൊക്കെ കാണാനിട വരും. ഈ ജേർണലിസം മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ നാട്ടിലൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ ജേർണലിസ്റ്റുകൾ എല്ലാവരും തന്നെ ടിവിയുടെ മുമ്പിൽ വരുന്നവരാണ്, അല്ലെങ്കിൽ അവരെല്ലാവരും ഫ്രണ്ട് ഓഫ് ദ ക്യാമറ മൈക്കുമായി പിടിച്ച് നിൽക്കുന്നവരാണ്. ഇതിന് പിന്നിൽ ബിഹൈൻഡ് ദ ക്യാമറ there are so many opportunities, there are so many talents are there. Okay, you might be on tomorrow, so there are so many opportunities, there are so many streams in media. Okay, അതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ സിലബസിലേക്ക് പോവാം. നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട. ഓൾ കൈൻഡ് ഓഫ് ഹെൽപ്പ് വിൽ ബി ഫ്രം മൈ സൈഡ്. നമുക്ക് ഈ കോഴ്സ് ഇന്ററാക്ട് ചെയ്ത് എൻജോയ് ചെയ്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പേടിക്കൊന്നും വേണ്ട, എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടും. പുതിയ കോഴ്സാണ്, നമുക്ക് ആസ്വദിച്ച് തന്നെ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കോളേജിൽ അതിന് വേണ്ടിയിട്ട് ഉണ്ട്, അവൈലബിൾ ആണ്. നമുക്കതെല്ലാം മാക്സിമം യൂസ് ചെയ്ത് നമുക്ക് ഈ കോഴ്സ് അടിപൊളിയായിട്ട് complete ചെയ്യാം, successfully complete ചെയ്യാം. Don't worry about anything that. Okay, so let's move to the syllabus. ജസ്റ്റ് ഗ്ലിംസ് ആയിട്ട് അവരൊന്ന് പറഞ്ഞു പോകാം. ഞാനിതിൻ്റെ PDF സിലബസ് തരാം, അത് കണക്ക് മോഡ്യൂൾ ബേസും PDF ഒക്കെ തരാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷും മലയാളവും മിക്സ്ഡ് ആയിരിക്കും. നമുക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമല്ലോ. പക്ഷേ എക്സാം എഴുതിയിട്ട് വരുന്നത് ഇംഗ്ലീഷിലായതുകൊണ്ട് നമ്മുടെ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇംഗ്ലീഷിൽ ഡെലിവർ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകളും ഇൻട്രാക്ഷനും ഒക്കെ ഒരു ഇംഗ്ലീഷ് മലയാളം മിക്സ് ആക്കാം. അത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്, നമ്മൾ ഇന്ററാക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് മലയാളം കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാം. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് തന്നെ ഫുള്ളി ഇംഗ്ലീഷിലേക്ക് ആകണം നമുക്ക് ശ്രമിക്കാം. ഓക്കെ, എനിവേ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും, നോട്ട്സ് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും ഡെലിവർ ചെയ്യുക. നിങ്ങളുടെ അസസ്മെന്റുകളും അസൈൻമെന്റുകളും തുടങ്ങിയ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഇംഗ്ലീഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ നമുക്ക് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാക്സിമം നമ്മുടെ മദർ ടങ്ങും ഒക്കെ യൂസ് ചെയ്ത് ഒരു കോമ്പിനേഷനിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ സിലബസ് ഞാൻ പറയാം. സ്റ്റെം വൈസും ഓരോ മോഡ്യൂൾ വൈസും ഉള്ള സിലബസ് തരാം. അപ്പോൾ നമ്മൾ ഹൗ വിൽ ബി ഡൂയിങ് ഈസ്, നമ്മൾ ഓരോ മോഡ്യൂളിലെയും ഓരോ പോർഷൻസും ഓരോ ഏരിയാസും നല്ല നീറ്റായിട്ട് ഡിസ്കസ് ചെയ്ത് കവർ ചെയ്തായിരിക്കും പോവുക. അതിനുശേഷം എക്സാം എടുക്കുമ്പോഴത്തേക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഈ കോഴ്സിൻ്റെ അല്ല മീഡിയ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ബട്ട് മേക്ക് ഷുവർ മൊഡ്യൂളിൽ പറയുന്ന ഷുവർ ആയിട്ടുള്ള എല്ലാ പോർഷൻസും വി ഹാവ് ടു കവർ. സോ യു ഗൈസ് ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് മീ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക, അനുസരിക്കുക. ചെറിയ ചെറിയ അസൈൻമെന്റുകൾ തരുമ്പോൾ തരിക. കുഞ്ഞു ക്ലാസ്സുകളിൽ കുട്ടികളോട് പറയുന്ന അതേ കാര്യം തന്നെയാണ് എപ്പോഴും പറയാനുള്ളത്. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നേ തന്നെ വീടുകളിൽ പോയി ആ നോട്ട്സ് ഒന്ന് മറിച്ച് നോക്കുക, ഒന്ന് വായിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്റർണൽ എക്സാം ആയിക്കോട്ടെ യൂണിവേഴ്സിറ്റി എക്സാം ആയിക്കോട്ടെ അധികം മെനക്കെടേണ്ടി വരത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടേതായ ലാംഗ്വേജിൽ എഴുതി ഫലിപ്പിച്ച് മാർക്ക് വാങ്ങി പാസ്സാകാവുന്ന ഒരു കോഴ്സാണ്. ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും മീഡിയ കൺസ്യൂമേഴ്സ് ആണ്, മീഡിയ യൂസേഴ്സ് ആണ്. ആ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെങ്ങനെ മീഡിയ ഡിസമിനേറ്റ് ചെയ്യുന്നു, ആ കോണ്ടന്റ് എങ്ങനെ നമ്മളിലേക്ക് എത്തുന്നു, നമ്മളത് എങ്ങനെ അബ്സോർബ് ചെയ്യുന്നു, അതിന് പിന്നിലുള്ള ടെക്നിക്സുകൾ, പ്രോസസ്സുകൾ, തിയറീസ്, കുറച്ച് ഹിസ്റ്ററി, ഇതൊക്കെ ഉള്ളൂ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമ കാണുന്ന ഒരു ലാഘവത്തോടു കൂടി പഠിക്കാവുന്ന ഒരു കോഴ്സാണ്, സബ്ജക്റ്റുകളാണ് മീഡിയ സ്റ്റഡീസ്. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് മീഡിയ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് 3 പേപ്പറാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫണ്ടമെന്റൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, സെക്കൻഡ് ഹിസ്റ്ററി ഓഫ് മീഡിയ, പിന്നെ ബേസിക്സ് ഓഫ് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. ഈ പേപ്പറുകളാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുകയെ. ബാക്കി സെമസ്റ്ററിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രിന്റ് മീഡിയ, നമ്മുടെ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ, മാഗസിൻ, അങ്ങനെയുള്ള പ്രിന്റ് മീഡിയ ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഇലാബറേറ്റ് ആയിട്ട് പഠിക്കും. ആ സെമ്മിൽ തന്നെയാണ് നിങ്ങൾക്ക് PR ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വേറൊരു പേപ്പറോട് വരുന്നത്. നമ്മുടെ ബിസിനസ് എൻറ്റിറ്റീസുകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വലിയ വലിയ കമ്പനികൾ, കോർപ്പറേറ്റ് ജയന്റുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ. PR പബ്ലിക് റിലേഷൻ എങ്ങനെയാണ്, പബ്ലിക് റിലേഷൻസ് എങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഗുഡ് വില്ലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് വർക്ക് ചെയ്യുന്നത്, അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ആ പേപ്പറിൽ പഠിക്കുക. തേർഡ് സെമസ്റ്ററിൽ ഈ
പ്രിന്റ് മീഡിയ പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് പോർഷൻ കൂടെ, ഒരു സെക്കൻഡ് പേപ്പർ കൂടെ ഉണ്ട്. സെക്കൻഡ് സെമസ്റ്ററിലുള്ള പേപ്പറിന്റെ തുടർച്ച തന്നെയാണ്. അപ്പോൾ പ്രിന്റ് മീഡിയയെ കുറിച്ച് നമ്മൾ കുറെ കൂടി ഇലാബറേറ്റ് ആയിട്ട് പഠിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. നാളെ ഏതെങ്കിലും പത്രത്തിലൊക്കെ സബ് എഡിറ്ററായിട്ടും ഒക്കെ നിങ്ങൾ ചാർജ് എടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണം. അപ്പോൾ വ്യക്തമായ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 പേപ്പറായിട്ട് 2 സെമസ്റ്ററിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുക. പിന്നെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന വേറൊരു പേപ്പർ എന്ന് പറയുന്നത് തിയറീസ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ മാസ് ഓഡിയൻസിനോടുള്ള കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ ടെലിവിഷൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിനോട്, മാസ് നമ്പർ ഓഫ് ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൻ്റെ തിയറീസ്, നമ്മൾ എന്ത് പഠിച്ചാലും ചില പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനുള്ള മെത്തേഡുകൾ ഉണ്ടായിരിക്കും, കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാനുള്ള. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. ഇതൊക്കെ തിയററ്റിക്കലാണ്, നമുക്ക് വായിച്ച് മനസ്സിലാക്കി പഠിച്ചെഴുതാവുന്നതേ ഉള്ളൂ. ഡോണ്ട് വറി. ഓക്കെ. ഫോർത്ത് സെമസ്റ്ററൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവും. അവിടെ വരുന്ന 2 പേപ്പേഴ്സ് എന്ന് പറയുന്നത് വിഷ്വൽ മീഡിയ, ടെലിവിഷൻ ആൻഡ് സിനിമ എന്നുള്ളതും ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്നുള്ളതുമാണ്. അപ്പോൾ നമ്മൾ സിനിമ പഠിക്കും, ടെലിവിഷൻ സ്ക്രിപ്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, ടെലിവിഷൻ പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജുകളൊക്കെ എങ്ങനെയാണ്, വീഡിയോ എഡിറ്റിങ്ങിന്റെ പ്രാക്ടീസുകൾ എങ്ങനെയാണ്, അതിനൊക്കെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ, അതായത് റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവരുടെ സ്ക്രിപ്റ്റിങ്, അവരുടെ പ്രൊഡക്ഷൻ, അവരുടെ ഇൻഫർമേഷൻ ഡിസമിനേഷൻ, എങ്ങനെയാണ് ഒരു റേഡിയോ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നത്, അതുവരെയുള്ള സ്റ്റെപ്പുകളെ പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന സെമസ്റ്ററാണ്. ആ സെമസ്റ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വിഷ്വൽ ജേർണലിസ്റ്റിന്റെ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ എത്തും. മനസ്സിലാവുന്നില്ല. ഈ TV സെലിബ്രിറ്റി ജേർണലിസ്റ്റുകളില്ലേ, അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയും നമുക്ക് അതിനെ പറ്റിയൊക്കെ ഉള്ള ധാരണ കിട്ടുകയും ചെയ്യും. ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ജേർണലിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അതിന്റെ ഹൈ ഒപ്റ്റിമിസത്തോടു കൂടി റീച്ച് ചെയ്യുന്ന സ്റ്റേജാണത്. അപ്പോൾ നിങ്ങളുടെ 5th സെമസ്റ്റർ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ 3 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വരുന്നത് മീഡിയ ലോസ്, എത്തിക്സ് ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അതിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മീഡിയ ലോസ് എന്തൊക്കെയാണ്, അതിന്റെ ഹിസ്റ്ററി എന്തൊക്കെയാണ്, ആസ് എ മീഡിയ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾ ഒബേ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്നായിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ ജേർണലിസ്റ്റിക് എത്തിക്സ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, നമ്മൾ ഏത് പ്രൊഫഷനിലും എത്തിക്സ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അവെയർ ആകുന്ന ഒരു പേപ്പറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത്. ന്യൂ മീഡിയ, ഡിജിറ്റൽ മീഡിയ, മീഡിയ കോൺവെർജൻസ്, അതൊക്കെ അറിയാമല്ലോ. നമ്മുടെ ഹൈപ്പർ ടെക്സ്റ്റുവാലിറ്റി, ഇന്ററാക്ടിവിറ്റി തുടങ്ങിയ ടേംസ് ഉണ്ട്. ഈ ടേംസുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അതിന്റെ പ്രാക്ടിക്കൽ യൂസ് അനുദിനം ചെയ്യുന്ന ആൾക്കാരാണ്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അറിയാൻ പറ്റും. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വെബ് പേജ്, ഒരു വെബ്സൈറ്റ് ഡിസൈനിങ് വെബ് പേജ്, ബേസിക് ആയിട്ട് HTML ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഇൻസ്റ്റഗ്രാം പോലുള്ള ന്യൂ മീഡിയ ഫെസിലിറ്റി, സോഷ്യൽ മീഡിയ മൂവ്മെന്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് അടുത്തറിയാനായിട്ട് അതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ, ഡിജിറ്റൽ മീഡിയ ഫുള്ളായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന പേപ്പറായിരിക്കും അത്. ന്യൂ ടെക്നോളജീസും ന്യൂ ഇൻവേർഷൻസും ഒക്കെ നമ്മളുടെ ആ പേപ്പറിൽ ഡിസ്കസ് ചെയ്യും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ഇൻ മീഡിയ, അതായിരിക്കും അതിൻ്റെ നമ്മുടെ മേജർ ഫോക്കസ് ആ പേപ്പർ പഠിക്കുമ്പോൾ. ഓക്കെ. പിന്നെ വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് സിനിമ എന്ന് പറയുന്നത് ഓപ്പൺ കോഴ്സാണ്. സിനിമ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഒരു സിനിമ, ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ സിനിമ ആസ്വദിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു മീഡിയ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു ഫിലിം എൻതൂസിയാസ്റ്റ് സിനിമ കാണുന്നത്. അയാൾ നോക്കുമ്പോഴത്തേക്ക് ഒരു സിനിമയെ തന്നെ പല പെർസ്പെക്റ്റീവിലേക്ക് നോക്കി കാണാൻ പറ്റും, പല ആംഗിളല്ലേ. അത് ഡീൽ ചെയ്യുന്ന തീം എങ്ങനെയാണ്, അതെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു, അത് കൺവേ ചെയ്യുന്ന മെസ്സേജസ് എന്തെയാണ്, പോർട്രേ ചെയ്തിരിക്കുന്ന വിധം എന്താണ്. സോ ദർ ആർ സോ മെനി ആസ്പെക്ട് ടു ബി ഡിസ്കസ്ഡ് as a film enthusiast or as a media student. As part of that, you have to write a film appreciation. ഒരു ഫിലിം നമ്മൾ ഈ പണ്ട് പദ്യങ്ങളൊക്കെ വായിച്ചിട്ട് അതിൻ്റെ ആസ്വാദനം എഴുതത്തില്ല, ആസ്വാദന കുറിപ്പ് പോലെ നമ്മൾ സിനിമയ്ക്ക് ആസ്വാദനം എഴുതാൻ പറയും. നല്ല പടമായിരുന്നു അല്ലെങ്കിൽ നല്ല സെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ലെവലിലല്ല. നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു വിഷ്വൽ ലിറ്ററസി ഉള്ള, ഹൈലി വിഷ്വൽ ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു റിവ്യൂവർ അല്ലെങ്കിൽ ക്രിട്ടിക് എങ്ങനെ ഒരു സിനിമയെ വിലയിരുത്തും, അപ്രകാരമൊക്കെ സിനിമയെ വിലയിരുത്തുവാനും സിനിമയെ നോക്കി കാണുവാനും ഒക്കെ പഠിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും അത്. പിന്നെ നിങ്ങളുടെ 6th സെമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ 2 പേപ്പറാണ് മീഡിയ ആൻഡ് സൊസൈറ്റി, അതോടൊപ്പം തന്നെ ബിസിനസ് ജേർണലിസം എന്ന് പറയുന്നത്. മീഡിയ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന പേപ്പറിൽ മീഡിയ എങ്ങനെ നമ്മുടെ സൊസൈറ്റി ഇമ്പാക്ട് ചെയ്യുന്നു, നിങ്ങൾ
ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മീഡിയ ഗ്രാജുവേഷൻ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ സൊസൈറ്റിയെ റീബിൽഡ് ചെയ്യാം, എങ്ങനെ സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു അവയർനെസ് കിട്ടുന്ന ഒരു പേപ്പറാണ്. മീഡിയക്ക് എന്തോരം ഇമ്പാക്റ്റ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ ഒരു ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന പേപ്പറാണ്. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ആസ് എ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ജേർണലിസം ഗ്രാജുവേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളായിരിക്കും ആ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് ബിസിനസ് ജേർണലിസം എന്ന് പറയുന്ന പേപ്പറാണ്. രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് നോക്കിക്കാണാം. അതിൽ വരുന്ന കോണ്ടന്റുകൾ അങ്ങനെയാണ്. ഒന്ന്, ജേർണലിസം അല്ലെങ്കിൽ മീഡിയ എന്ന് പറയുന്ന ബിസിനസ് എങ്ങനെയായിരിക്കും, മീഡിയ ഹൗസസ് ദെയർ വർക്കിംഗ്, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രിന്റ് ഹൗസുകളാവും, ചാനൽസ് ആയിരിക്കാം, ഓൺലൈൻ മീഡിയ ആയിരിക്കാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ഒരു അവസരത്തിൽ തന്നെയായിരിക്കും നിങ്ങൾ ഏതെങ്കിലും മാൻഡേറ്ററി ആയിട്ടുള്ള ഇന്റേൺഷിപ്പിന് പോകുന്നതും. ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ ഹൗസിൽ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ മീഡിയ ഫീൽഡിൽ കിട്ടും. കുറച്ച് നാളത്തെ ഇന്റേൺഷിപ്പ് ആയിരിക്കും. അത് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഐഡിയ, ഒരു പ്രാക്ടിക്കൽ ഐഡിയ കിട്ടും. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ഇത് മോഡ് ഓഫ് വർക്കിംഗ് എന്നൊക്കെ അറിയാനുള്ള ചാൻസ് കൂടെ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് ജേർണലിസത്തിന്റെ വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ടേംസ്, നമ്മൾ എക്കണോമിക്സ് ആയിട്ട് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം, എങ്ങനെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ന്യൂസ് കവർ ചെയ്യും, അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ബജറ്റ് അവതരിപ്പിക്കുക, അങ്ങനെയുള്ള സീനറികളൊക്കെ നമ്മൾ ആസ് എ ജേർണലിസ്റ്റ് എങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യാനും കൺവിൻസിംഗ് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും എന്നൊക്കെ ചർച്ച ചെയ്യുന്ന കുറച്ച് പോർഷൻസ് കൂടെയാണ് ബിസിനസ് ജേർണലിസ്റ്റിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഈ സെമ്മിലാണ് ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, തേർഡ് ഇയർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പ്രൊജക്റ്റ് വരുന്നത്. നമ്മൾ ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഒരു പ്രൊജക്റ്റിലൂടെ ഒബ്സർവ് ചെയ്ത് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ 3 വർഷം കൊണ്ട് നടക്കും. വളരെ സക്സസീവായിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മാത്രം മതി. ഒരല്പം ഹാർഡ് വർക്കും, ഒരല്പം പാഷനും, ഒരല്പം ഇൻട്രസ്റ്റും, ഒരല്പം കോൺസെൻട്രേഷനും, പിന്നെ കുറച്ച് ലോകപരിജ്ഞാനം. See, we are all journalists. We're going to be media personnel. So we need to be aware about what are happening around us, regarding the surroundings, regarding Indian and Kerala and international news happening. So just our understanding ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ ഈസി ആയിട്ട്, മീഡിയ സ്റ്റഡീസ് വരുന്ന എല്ലാ പേപ്പേഴ്സും ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനും ഈ കോഴ്സ് വളരെ സക്സസ്ഫുള്ളി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഇന്റേൺഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിലോട്ട് എൻട്രിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഗ്ലിംസ് പോലെ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും ഓരോ സെമസ്റ്ററിലെയും പേപ്പറുകൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് എന്തൊക്കെയായിരിക്കും കോണ്ടന്റുകളെന്ന് ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ പറഞ്ഞു പോവുകയുണ്ടായിട്ടുള്ളൂ. ഇനി നമ്മൾ ഓരോ സെം വൈസ് ആയിട്ട് ഇറങ്ങി അതിൽ തന്നെ മോഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസിങ്ങും ഇന്ററാക്ഷൻസും ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ഇപ്പോൾ പോസ്റ്റ് കോവിഡ് എറയാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മുടെ മുഖ്യം. സോ നമ്മളിപ്പോൾ ഓൺലൈൻ മോഡലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ടാവേണ്ടി വരും. ഗൂഗിൾ മീറ്റിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യും. നോട്ട്സ് എല്ലാം PDF ആയിട്ട് വാട്സാപ്പ് വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്ന അസൈൻമെന്റ്സും വാട്സാപ്പ് വഴി ഷെയർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കോളേജിലേക്ക് വരുവാനും നമുക്കൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യേകിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് കവർ ചെയ്യേണ്ട പോർഷൻസ്. ഓക്കെ, ഇതിനെ പറ്റിയുള്ള ഐഡിയ, ഒരു ഏകദേശ ധാരണയൊക്കെ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Feel free to contact me anytime regarding your doubts and clarifications. Okay, I hope most of the students have witnessed this video. I have to make sure that everyone watches this video. So after viewing this video, you have to text me. Okay, you have to text me and say a small feedback, or you can ask anything in person. Okay, anything regarding your personal doubt or anything regarding your personal expectation regarding this course. Okay, anything related to academic purpose. Okay, you can ask me. I just want to make sure you just viewed the entire video. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് എല്ലാവരും എന്തെങ്കിലും ഒരു റെസ്പോൺസ്, ഒരു ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഫോർ ടുഡേ, ദാറ്റ്സ് ഫോർ ദിസ് വീഡിയോ, ദാറ്റ്സ് ഫോർ ദിസ് സെഷൻ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വി ക്യാൻ deeply probe into
ഈച്ച് സെമസ്റ്റർ വൈസ് ഈച്ച് മൊഡ്യൂൾ വൈസ് കോണ്ടാക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ BA സ്റ്റുഡൻസ് ആണ്, ഫസ്റ്റ് സെം ആണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ഞാൻ പറഞ്ഞ കണക്ക് 3 പേപ്പേഴ്സ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയ ആൻഡ് ദെൻ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഫൗണ്ടേഴ്സ് ആൻഡ് കോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റേഴ്സിലേക്ക്, ആ പേപ്പേഴ്സിലേക്ക് മോഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ലേണിങ്ങിലോട്ട് പോകാം. അപ്പോൾ once again I would like to appreciate you all for choosing this course. Trust me, you are all studying the most demanding, the most fascinated and the most fashionable course of this time. Okay, have a great career, have a nice day. Thank you so much.